Hi children, welcome back to my channel LKLS Star Maths class. In the CBSE Maths Arithmetic Progression exercise 5.1 fourth section അതിനകത്ത് 8th question ആണ് കേട്ടോ. കണ്ടോ, ഇതാണ് നമ്മുടെ 4th question. നമുക്ക് ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം അല്ലേ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ APs? ഇഫ് ദി ഫോം ആൻ AP, ഫൈൻഡ് ദ കോമൺ ഡിഫറൻസ് D ആൻഡ് റൈറ്റ് 3 more terms. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ കേട്ടോ. സോ അതിനകത്ത് 8th വണ്ണാണ്. 8th ക്വസ്റ്റ്യൻ നോക്കിയേ. -1/2, -1/2, -1/2, -1/2. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മളോട് എന്താ പറഞ്ഞിരിക്കുന്നത്? കോമൺ ഡിഫറൻസും കാണണം. ഈ കോമൺ ഡിഫറൻസ് കണ്ട് ഇതൊരു അരിത്തമെറ്റിക് പ്രോഗ്രഷനിൽ വരുന്ന ഒരു ലിസ്റ്റ് ഓഫ് നമ്പേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഒരു 3 ടേംസും കൂടി കണ്ടെത്താനാണ്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് അത് ചെയ്യേണ്ടത്? ഒരു കോമൺ ഡിഫറൻസ് ഫസ്റ്റ് കണ്ടെത്തിയാലല്ലേ ഇത് AP ആണെന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. സോ ഞാൻ മുന്നേ പറഞ്ഞതുപോലെ തന്നെ ഇതെന്തായിരിക്കും? ഫസ്റ്റ് ടേം, വിച്ച് മീൻസ് വാട്ട്? A1. ഇത് A2, അതായത് സെക്കൻഡ് ടേമാണ്. ഇത് A3 തേർഡ് ടേം, A4 ഫോർത്ത് ടേം. ഓക്കെ. സോ ഡിഫറൻസ് കാണാൻ എന്ത് ചെയ്യണം? A2 മൈനസ് A1. അപ്പോൾ ഒരു ആൻസർ കിട്ടും. സെയിം പോലെ തന്നെ A3 മൈനസ് A2, ദെൻ A4 മൈനസ് A3. അപ്പോൾ ഇതെല്ലാം സബ്ട്രാക്ട് ചെയ്യുമ്പോൾ, ഇതിൽ നിന്ന് ഇത് സബ്ട്രാക്ട് ചെയ്യുമ്പോഴും അതുപോലെ ഇവിടെ സബ്ട്രാക്ട് ചെയ്യുമ്പോഴും എല്ലാം ഒരേ ആൻസർ കിട്ടിയാൽ അതായിരിക്കും നമ്മുടെ എന്തെന്ന് പറയുന്നത്? കോമൺ ഡിഫറൻസ് അല്ലേ? CD ഓർ D എന്ന് പറയും. അപ്പോൾ അങ്ങനെ ഒരേ ഡിഫറൻസാണ് നമുക്ക് കിട്ടിയിരുന്നെങ്കിൽ നമുക്കിതിന് എന്ത് ചെയ്യാം? ദി ഗിവൻ ലിസ്റ്റ് ഓഫ് നമ്പേഴ്സ് ആർ ഇൻ ദ ഫോം ഓഫ് AP എന്ന് എഴുതാം. പിന്നെ നമുക്ക് തുടർച്ചയായിട്ടുള്ള അടുത്ത നമ്പേഴ്സ് നമുക്ക് എഴുതാം. നമ്മുടെ ആൻസേഴ്സ് എന്താണെന്ന് നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ എടുത്ത് എഴുതിയിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ക്വസ്റ്റ്യൻ എഴുതി ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നുണ്ട്. സോ ഞാനീ പറഞ്ഞ പോലെ A2 മൈനസ് A1. A2 എന്ന് പറയുന്ന ആരാണ്? ഈ രണ്ടാമത്തെ നമ്പറാണ് A2. സോ -1/2. ഇനി എന്ത് കൊടുത്തു? ഈ മൈനസ് ഇവിടെ കൊടുത്തു. പിന്നെ A2 എന്ന് A1 എന്ന് പറയുന്നത് എന്താണ്? എഗെയിൻ -1/2. സോ -1/2. മനസ്സിലായല്ലോ അല്ലേ? ഇത് A2 എന്ന് പറയുന്നതാണ് -1/2, അതായത് രണ്ടാമത്തെ നമ്പർ. കണ്ടോ? 1 2. അപ്പോൾ സെക്കൻഡ് നമ്പറാണ് -1/2. മൈനസ് ഏതാ? ഇക്വേഷനിലുള്ള മൈനസ്. ഇത് -1/2. സോ നമ്മളിങ്ങനെ എഴുതും ഈക്വൽ സൈൻ -1/2 അങ്ങനെ തന്നെ ഇട്ടു. രണ്ട് നെഗറ്റീവ്സ് അടുപ്പിച്ച് വന്നാൽ നമുക്ക് എന്ത് ചെയ്യാം? പ്ലസ് എഴുതാം അല്ലേ? +1/2. അപ്പം നോക്കിയാൽ ഇവിടെ -1 +1 കൂടി വരുമ്പോൾ എന്താ ചെയ്യുക? നെഗറ്റീവ് പോസിറ്റീവ് വരുമ്പോൾ നമ്മൾ സബ്ട്രാക്ട് ചെയ്യും. അപ്പോൾ 0 അല്ലേ? ഇവിടെയും പിന്നെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. -1/2 +1/2 എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്താണ്? 0 ആയിരിക്കും. പോസിറ്റീവ് നെഗറ്റീവ് എന്നാൽ സബ്ട്രാക്ട് ചെയ്യുക. അപ്പോൾ ഹാഫ് മൈനസ് ഹാഫ് ചെയ്ത് എത്രയാണ്? 0. കറക്റ്റ് അല്ലേ? ഇനി നോക്കിയേ. A3 മൈനസ് A2. A3 എന്ന് പറയുന്നത് എന്താണ്? -1/2 ആണ്. A2 എന്ന് പറയുന്നത് എന്താണ്? അവിടെയും -1/2 ആണ്. ഈ മൈനസ് എവിടത്തെയാ? ഇവിടുത്തെ മൈനസ്. ക്ലിയർ ആയല്ലോ? അപ്പോൾ ആദ്യം ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 0 കിട്ടി. അപ്പോൾ കണ്ടോ, കോമൺ ഡിഫറൻസ് ആണ്. ഇതാണ് നമ്മുടെ CD നമുക്ക് എന്താ കിട്ടിയത്? 0 ആണല്ലേ? അപ്പോൾ നമുക്ക് എഴുതിക്കൂടെ? ദ ഗിവൻ ലിസ്റ്റ് ഓഫ് നമ്പേഴ്സ് ഫോംസ് ആൻ AP ബിക്കോസ് വി ഗോട്ട് ദ സെയിം ഡിഫറൻസ്, കോമൺ ഡിഫറൻസ്. ക്ലിയർ? കണ്ടോ? സോ ദാറ്റ് ദ നെക്സ്റ്റ് 3 നമ്പേഴ്സ്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? നെക്സ്റ്റ് 3 നമ്പേഴ്സ് നമുക്ക് ഉണ്ടാക്കിക്കൂടെ? ഇവിടുത്തെ എങ്ങനെയാണ് അത് ചെയ്യുക? നോക്കിയേ. ഇവിടുത്തെ നാലാമത്തെ നമ്പർ എന്ന് പറയുന്നത് എത്രയാണ്? ഫോർത്ത് ടേം -1/2 ആണ്. സോ ഈ -1/2ൻ്റെ കൂടെ എന്ത് ആഡ് ചെയ്യണം? ഈ പറയുന്ന 0 ആഡ് ചെയ്യുക. കണ്ടോ? -1/2 + 0 = -1/2. ഇനി വീണ്ടും എന്താ? ഇതാണ് നമ്മുടെ എത്രാമത്തെ നമ്പർ? 5th നമ്പർ അല്ലേ? സോ 5th ടേമിൽ നിന്ന് വീണ്ടും എന്ത് ചെയ്യണം? ഈ നമ്മുടെ എന്താ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുക. സോ എഗെയിൻ വി ഗോട്ട് വാട്ട്? -1/2. അപ്പോൾ അടുത്ത 3 നമ്പേഴ്സ് എന്താണ്? -1/2, -1/2. ഇതായിരിക്കും നമ്മുടെ ആൻസർ. ഇത് വളരെ എളുപ്പമുള്ളൊരു ക്വസ്റ്റ്യൻ അല്ലേ? ഇതിന് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും കാണണം. അപ്പോൾ കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടും കേട്ടോ. ഇനി ഇത് 9th ക്വസ്റ്റ്യൻ ആണ്. 1 3 9 27. ഇതാണ് നമുക്ക് തന്നിട്ടുള്ള ലിസ്റ്റ് ഓഫ് നമ്പേഴ്സ്. സോ ഇതിൽ ഇതുപോലെ തന്നെ ഇതെന്താ? A1 A2 A3 A4 അങ്ങനെ പോകും. ഇവിടെയും നമ്മൾ AP ആണോ എന്ന് ചെക്ക് ചെയ്യണം. ഇത് കോമൺ ഡിഫറൻസ് സെയിം ആയിട്ട് വന്നാൽ നമ്മളിവിടെ 3 നമ്പേഴ്സും കൂടി കണ്ടെത്തുക. അപ്പോൾ നമുക്ക് നോക്കാം അല്ലേ? ഇതാണ് A2. കണ്ടോ? A2 മൈനസ് A1. സോ A2ൻ്റെ സ്ഥാനത്ത് എന്ത് എഴുതണം? 3 എഴുതണം. മൈനസ് കണ്ടോ? ആ മൈനസ് കൊടുത്തു. A1 എന്ന് പറഞ്ഞാൽ എന്താണ്? 1 ആണ്. സോ 3 - 1 നമുക്ക് എന്ത് കിട്ടി? 2 കിട്ടി. ഇനി നമുക്ക് എന്താ? ഇതാണ് A3. സോ A3 - A2. കണ്ടോ? A3 - A2 ചെയ്തപ്പോൾ 9 - 3 കിട്ടി. സോ വി ഗോട്ട് വാട്ട്? 6 കിട്ടി. ഇത് തന്നെ നോക്കുമ്പോൾ അറിയാമല്ലോ നമ്മുടെ കോമൺ ഡിഫറൻസ് വ്യത്യസ്തങ്ങളായിട്ടുള്ള അല്ലേ? ഡിഫറെൻ്റ് ആയിട്ടുള്ള കോമൺ ഡിഫറൻസ് ആണ് നമുക്ക് കിട്ടിയേക്കുന്നത്. അതുകൊണ്ട് നമുക്ക് എന്ത് എഴുതാം? A2 - A1 നോട്ട് ഈക്വൽ ടു A3 - A2. എന്നിട്ട് എന്ത് എഴുതാം? ദ ഗിവൻ ലിസ്റ്റ് ഓഫ് നമ്പേഴ്സ് ഡസ് നോട്ട് ഫോം ആൻ AP. കണ്ടോ? അപ്പോൾ ഇത് ഡിഫറെൻ്റ് ആയതുകൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഒരു AP
എ പിയിലെ 3 ടേംസും കൂടി ഇവിടെയുള്ള 3 ടേംസും കൂടി കണ്ടെത്താനായിട്ട് കഴിയില്ല. ക്ലിയർ ആയല്ലോ? ഓക്കെ, താങ്ക് യു സോ മച്ച്. ദെൻ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക. ഇതിന് മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോ എല്ലാ കുട്ടികളും കാണുക. താങ്ക് യു.